ഗൈസ്, സ്വപ്നം കാണാൻ വേണ്ടി മാത്രമുള്ളതല്ല, അതിലേക്കുള്ള വഴികൾ എത്ര ദുർഘടമാണെങ്കിലും അതൊക്കെ താണ്ടി അത് സാക്ഷാത്കരിച്ച് നേടിയെടുക്കാനുള്ളതാണ്. ഹാപ്പി വിമൻസ് ഡേ. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്നാണ് അതിനുള്ള സമയവും സന്ദർഭവും ഒക്കെ ഒത്തുവന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഒരു ലൈവ് പോലും ചെയ്യാതെ, മുഖം കാണിക്കാതെ 50-ൽ താഴെ ലോങ് വീഡിയോ ഇട്ട് ഞാനിങ്ങനെ മോണിറ്റൈസായി. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ വിജയത്തിൻ്റെ ആദ്യത്തെ കാരണം നിങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടും ഞാൻ യൂട്യൂബിലേക്ക് വന്നത് ഇത് എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് മാത്രമാണ്. ഒരു ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തത്. എൻ്റെ വീടിനടുത്തുള്ള ഈ പാർക്കൊക്കെ ആയിരുന്നു കേട്ടോ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഒരുപാട് എക്സൈറ്റിംഗ് കോണ്ടൻസും സ്റ്റോറീസും ഒക്കെ കയ്യിലുണ്ടായിരുന്നെങ്കിലും അതിൻ്റെയൊക്കെ ബഡ്ജറ്റ് കൂടി പോകുന്നത് കരുതി ഒരു ലിമിറ്റഡ് സ്പേസിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിം മേക്ക് ചെയ്തത്. അതിൻ്റേതായ പരിമിതികൾ അതിനുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റ് മുകളിൽ പോയി. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഷോർട്ട് ഫിലിമിനുള്ള ശ്രമം ഞാൻ ഉപേക്ഷിച്ച് യൂട്യൂബിൽ പിന്നെ 6 മാസത്തേക്ക് ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്തില്ല. ആ സമയത്ത് ഇന്ത്യയിൽ AI പ്രചാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഗൂഗിളിൻ്റെ വിയോ ആദ്യമായിട്ട് ഇന്ത്യയിൽ ലഭിച്ചു തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഞാനൊരു ഷോർട്ട് ഫിലിം മേക്ക് ചെയ്തിട്ട് അത് ഷോർട്ടായിട്ട് ഇട്ടുകൊണ്ട് 6 മാസത്തിന് ശേഷം വീണ്ടും യൂട്യൂബിലേക്ക് വന്നു. പെയ്ഡ് AIയിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഫിലിം മേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീ വേർഷനായിട്ടുള്ള വിയോ തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷേ അതിൽ 3 വീഡിയോ മാത്രമേ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അതും 10 സെക്കൻഡിൽ താഴെ. അപ്പോൾ നമുക്കൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പം 1 മാസമൊക്കെ വെയിറ്റ് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആദ്യം എനിക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയെക്കുറിച്ച് യാതൊരു ധാരണയില്ലായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് നമ്മുടെ പാഷനിലൂടെ നമുക്ക് ഒരു വരുമാനം നേടി എടുത്തുകൂടാന്ന്. അങ്ങനെ പാഷനിലൂടെ വരുമാനം നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഈ ഷോർട്ട് ഫിലിം മാസത്തിൽ ഒരു ഷോർട്ട് ഫിലിം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മോണിറ്റൈസ് ആവില്ല എന്ന് മനസ്സിലായി. ഒരുപാട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ മോണിറ്റൈസ് ആവുള്ളൂ. അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് വേണമെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഷോർട്ട് ഫിലിം ഇടാം, അല്ലാത്ത സമയത്ത് വേറെ എന്തെങ്കിലും ഇടണം. അതെന്ത് ചെയ്യും? ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസൊക്കെ മേഘാലയയിലെയാണ്. കുറച്ച് മുമ്പ് ബാംഗ്ലൂരിലെ പാർക്കിലേതൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ആ കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണെങ്കിൽ അതൊരു നല്ല ഐഡിയ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഒബിയസ്ലി നമ്മൾ വീട്ടിൽ കിച്ചണിൽ കുക്കിംഗ് ചെയ്യല്ലോ. അപ്പം നല്ല എന്തെങ്കിലും എക്സൈറ്റിംഗ് വീഡിയോസ് ഉണ്ടെങ്കിൽ അതും ഷൂട്ട് ചെയ്തിട്ട് ഇതിലിടാൻ ഓർത്തു. അങ്ങനെ ട്രാവൽ വ്ളോഗും കുക്കിംഗ് വ്ളോഗും ഫുഡ് വ്ളോഗും ഒക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ? യൂട്യൂബിന് അല്ലെങ്കിൽ ഓഡിയൻസിന് ഏതെങ്കിലും ഒരു കാറ്റഗറി മാത്രം ചെയ്യുന്നതാണ് താല്പര്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ എൻ്റെ വീഡിയോ പോയി നോക്കിയാൽ മനസ്സിലാവും. കുക്കിംഗ് വീഡിയോ കൂടുതൽ റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുണ്ട്, കൂടുതൽ വ്യൂസ് വന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ ട്രാവൽ വീഡിയോന് വളരെ കുറവ് മാത്രമേ വ്യൂ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ട്രാവൽ വ്ളോഗ് അവിടെ മാറ്റിവെച്ച് ഫുള്ളി ഞാൻ കുക്കിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എന്ന് കിട്ടിയ വാച്ച് അവേഴ്സ് ഇല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടാൻ പോവാണ്. കാരണം 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായാലും നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഫുള്ളി കുക്കിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ വീഡിയോസ് മാത്രം ഇടാൻ തുടങ്ങി. പക്ഷേ ഇടയ്ക്ക് ഞാൻ ഒരു ട്രാവൽ വ്ളോഗും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ കുക്കിംഗ് മാത്രം ഇട്ടിട്ട് ബോറടിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ട്രാവൽ വ്ളോഗ് കയറ്റിയിടും, ഒരു ചേഞ്ചിന് വേണ്ടി. പക്ഷേ റിസൾട്ട് അപ്പം തന്നെ എനിക്ക് ലഭിക്കും. അതിന് വ്യൂസ് വളരെ കുറവായിരിക്കും. അപ്പം നിങ്ങൾ ആദ്യം എടുക്കേണ്ട ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഒരേ കാറ്റഗറി മാത്രം ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ആയിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വ്യൂസ് കിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അത് ചെയ്തോളൂ. അപ്പോൾ ട്രാവൽ വ്ളോഗിന് നമുക്ക് വ്യൂസ് കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ ഇടാണെങ്കിലും ആ കുക്കിംഗ് വീഡിയോന് പോലും നമുക്ക് പ്രതീക്ഷിച്ചത്ര വ്യൂസ് കിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ 1-2 കുക്കിംഗ് വീഡിയോസ് തന്നെ ഇട്ടുകൊണ്ട് ഇരുന്നാൽ മാത്രമേ ഗ്രാജ്വലി യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ കൂടി വന്നിട്ട് വ്യൂസും ക്രമേണ കൂടുള്ളൂ. നിങ്ങളൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണെങ്കിൽ ഏത് കാറ്റഗറി വേണമെങ്കിലും ഇടാം. പക്ഷേ നിങ്ങൾ ഫേസ് കാണിക്കാതെ ഇതിൽ വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുന്നതാണ് ബെസ്റ്റ്. എങ്കിലും ഞാൻ ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ ഇപ്പോഴും ഓരോന്ന് കയറ്റിയിടാറുണ്ട്. വ്യൂസ് അതിന് കുറവായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അതൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ യൂട്യൂബിന് നമ്മുടെ ഇഷ്ടമല്ല, ഓഡിയൻസിന് നമ്മുടെ ഇഷ്ടമല്ല പ്രധാനം. അവർക്ക് എന്താണ് ഇഷ്ടം അത് മാത്രമേ അവർ കാണുള്ളൂ, അത് മാത്രമേ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നിയതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബും ഓഡിയൻസും തിരിഞ്ഞു നോക്കില്ല.
അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ഫുള്ളി പ്രൊഫഷണൽ ആവുക എന്നതാണ്. അപ്പം ഇപ്പം ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ വ്ളോഗ് എഗെയിൻ കാറ്റഗറി വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വ്യൂസ് കുറയാൻ ചാൻസ് ഉണ്ട്. എങ്കിലും ഈ വീഡിയോ കൊണ്ട് 10 പേർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിന് കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് പങ്കുവയ്ക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോ കഴിവതും നിങ്ങൾ ഡിലീറ്റ് ചെയ്യാതിരിക്കുക. കാരണം ഞാൻ ഇനീഷ്യലി ഒരുപാട് വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ട് എൻ്റെ ചാനൽ ഷാഡോ ബാനിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്താൽ പോലും സെർച്ച് ഹിസ്റ്ററിയിൽ എൻ്റെ ചാനലിൻ്റെ പേര് വരുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അതിലെന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ വീണ്ടും ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും മിസ്റ്റേക്സ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെയും ഞാൻ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ പല പല കാരണങ്ങൾ, ചിലപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് പിന്നെ ആയിരിക്കും കാണുന്നുണ്ടാവുക. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇനീഷ്യലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാതെ കഴിവത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. അത് നമ്മുടെ ചാനലിന് ഗുണം ചെയ്യും. ഇനി നമ്മൾ എന്തെങ്കിലും മേജർ മിസ്റ്റേക്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് അൺലിസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് പബ്ലിഷ് ചെയ്ത വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ചെയ്ത എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയിൽ അങ്ങനെ ഒരു ചെറിയൊരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്കെഡ്യൂൾ ചെയ്തതിന് ശേഷം വീണ്ടും പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അത് എഡിറ്റ് ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ റെക്കമെൻഡേഷൻ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ വളരെ കുറഞ്ഞുപോയി. അപ്പോൾ നമ്മൾ കഴിവതും പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ സ്കെഡ്യൂൾ ചെയ്യുന്നതിന് മുമ്പേ എല്ലാം ചെക്ക് ചെയ്ത് ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ അത് അൺലിസ്റ്റ് ചെയ്തിട്ട് പുതിയ വീഡിയോ ആയിട്ട് ഇടുക. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് നമുക്ക് നല്ല റെക്കമെൻഡേഷൻ കിട്ടാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം തംബ്നെയിൽ. നമ്മളെ ഉള്ളിൽ താജ്മഹൽ ഒരുക്കി വെച്ച് കഴിഞ്ഞാലും നമ്മളൊരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ട് നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതിന് ഒരു നല്ല തംബ്നെയിൽ ആവശ്യമാണ്. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും നല്ല തംബ്നെയിലൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും. പക്ഷേ കുറച്ച് പേർക്ക് നല്ല തംബ്നെയിൽ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി മാത്രം കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. പല പല പെയ്ഡ് ആപ്പുകളുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് ആ ആപ്പിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? പക്ഷേ ആ ആപ്പിൽ തന്നെ ഫ്രീ വേർഷൻസ് ഉണ്ടാവും. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് അത്ര അട്രാക്റ്റീവ് ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് എങ്ങനെ ചെയ്യാം? നമ്മൾ നന്നായി തംബ്നെയിൽ ചെയ്യുന്നവരോട് പോയി ചോദിക്കാറുണ്ടല്ലേ? അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം പലരും തെറ്റായ ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു തരും. നമ്മൾ അതിൻ്റെ പിറകെ പോയിട്ട് ഒന്നും നടക്കാതെ ആ ശ്രമം ഉപേക്ഷിക്കും. ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടേതായ രീതിയിൽ R&D ചെയ്ത് എന്തെങ്കിലും ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ സക്സസ് ആസ് മെനി ഫാദേഴ്സ് എന്നൊരു ചൊല്ലുണ്ട്. അവരൊക്കെ കൊണ്ടാണ് നമ്മൾ വിജയിച്ചത് എന്നുള്ള അവകാശവാദം ഒക്കെ വരും. അപ്പോൾ എന്തിനാണ്? അതുകൊണ്ട് സ്വയം സെർച്ച് ചെയ്ത് തന്നെ കണ്ടുപിടിക്കുക. യൂട്യൂബിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്. പിന്നെ ഒരുപാട് സപ്പോർട്ടിംഗ് ചാനൽസ് ഉണ്ട്. അവരുടെ പെയ്ഡ് സർവീസിനൊന്നും നിങ്ങൾ പോകണ്ട. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അതിലൂടെ കിട്ടും. സബ്സ്ക്രൈബ് പോലുള്ള ചാനൽസൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗൈഡൻസിന് നമ്മൾ പോയി ചോദിക്കുന്ന ആൾക്കാർ വഴി തെറ്റിച്ച് വിടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ലാത്തവരും ഉണ്ട്. അങ്ങനെയുള്ളവർ വളരെയധികം റെയറാണ് എന്ന് മാത്രം. അങ്ങനെ എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായ ടിപ്സ് പറഞ്ഞു തന്ന ഒരാളാണ് മിത എന്ന വ്യക്തി. പുള്ളിക്കാരിയെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാം യൂസ് ചെയ്യുന്നതായിരിക്കും ഇൻഷോട്ടിൽ പോയിട്ട് ഞാൻ ആദ്യം ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? എന്നിട്ട് കട്ടൗട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം കട്ട് ചെയ്തിട്ട് ആ ഫോട്ടോ മാത്രം, ആ ഒരു പെർട്ടിക്കുലർ ഇമേജ് മാത്രം ഇങ്ങനെ കട്ടായിട്ട് വരും. ഇതിപ്പോൾ നമ്മൾ കറിയുടേതാണെങ്കിൽ ആ ഒരു കറിയുടെ ഫോട്ടോ എടുത്തിട്ട് ആ കറിയുടെ പാത്രത്തിൻ്റെയും കറിയുടെയും മാത്രം ഓപ്ഷൻസ് വരും. എന്നിട്ട് ഇത് സേവ് ചെയ്യുക. ഇനി നമ്മളിങ്ങനെ കട്ടൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പം തൊട്ടടുത്തുള്ള ബാക്ക്ഗ്രൗണ്ടും ചിലപ്പം ബൈ മിസ്റ്റേക്ക് വരാം. അപ്പോൾ നമുക്ക് അവിടെ തന്നെ എറേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് ഞാനിങ്ങനെ എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടിത് നമ്മൾ സാധാരണ ഇൻഷോട്ടിൽ ചെയ്യുന്നത് പോലെ എക്സ്പോർട്ട് ചെയ്തിട്ട് ഇത് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ സേവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്യുക. വീണ്ടും ഇൻഷോട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുക. അതായത് ഫോട്ടോയിൽ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ തന്നെ ആദ്യം വരുന്ന നമ്മൾ ഗാലറി പോകുമ്പോൾ തന്നെ അവിടെ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വൈറ്റ് ഒരു ഫോട്ടോ വരും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് സെലക്ട് ചെയ്യാം. അതായത് ലോങ് വീഡിയോനാണെങ്കിൽ 16:9 അല്ലേ വേണ്ടത്. അപ്പം ആ ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈസിലേക്കായി മാറി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു ഹൈ വിസിബിലിറ്റി കളറല്ല അല്ലേ? നമ്മൾ ആൾക്കാർ നോക്കുമ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരു കളർ വേണം ഓൾവേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സൈൻ ബോർഡ്, ട്രാഫിക് ബോർഡ് ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ? എപ്പോഴും നമ്മൾ യെല്ലോയിൽ ബ്ലാക്ക് ലെറ്റേഴ്സ്,
അല്ലെങ്കിൽ ബ്ലാക്കിൽ യെല്ലോ അങ്ങനെയൊക്കെയാണ് സാധാരണ കാണാറ്. അപ്പോൾ എപ്പോഴും ഹൈ വിസിബിലിറ്റി കളേഴ്സ് യൂസ് ചെയ്യുക. ഒന്നിക്കിൽ യെല്ലോ അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക്. പക്ഷേ യെല്ലോയും റെഡൊക്കെ നമ്മൾ കുക്കിംഗ് ചാനലിനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മളെ കറികളൊക്കെ യെല്ലോ കളറൊക്കെ ആയിരിക്കും. അപ്പോൾ ഓൾവേസ് എപ്പോഴും ബെസ്റ്റ് ബ്ലാക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാനിവിടെ ഇപ്പം ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കുക്കിംഗ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മഞ്ഞക്കറിക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ വുഡൻ ബാക്ക്ഗ്രൗണ്ട് അത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഇമേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ടാവും, PIP എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതാ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് സെലക്ട് ചെയ്തിട്ട് അതാ ഏതെങ്കിലും ഒരു സൈഡിലേക്കോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് നീക്കി വെക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റേ സൈഡിൽ അതിൻ്റെ ടൈറ്റിൽ ചെയ്യാൻ പറ്റും. മധ്യത്തിൽ ഇമേജ് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിലും എല്ലാം കൂടി എഴുതിയിട്ട് അവിയൽ പരിവാവും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ മറ്റേ സൈഡിൽ നമ്മൾ ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ ടൈറ്റിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും ഹൈ വിസിബിലിറ്റി കളേഴ്സ് ആയിരിക്കണം. യെല്ലോ, റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക്, അതായത് യെല്ലോ ഹൈലൈറ്റ് കൊടുക്കുക, എന്നിട്ട് അതിൽ ബ്ലാക്ക് എഴുതുക. ഇനി 2-3 ലൈൻസൊക്കെ ഉള്ള ഹെഡിങ് ആണ് വരുന്നതെങ്കിൽ എല്ലാം ഒരേ കളർ കൊടുക്കുകയാണെങ്കിൽ അത്ര അട്രാക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിലപ്പം വൈറ്റോ റെഡോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് ജെമിനയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു തംബ്നെയിലും ഹെഡിങ്ങും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജെമിനി നല്ല തംബ്നെയിൽ ഉണ്ടാക്കി തരും. പക്ഷേ അവിടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി വളരെ കുറവാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറച്ചും കൂടി ഉള്ള തംബ്നെയിലാണെങ്കിൽ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ കുറച്ചും കൂടി കൂടുതലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാത്തതും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടുതലുള്ള തംബ്നെയിലാണ് യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി അതിലെഴുതുന്ന ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണെങ്കിൽ ഒരുപാട് ഫോൺസ് ഉണ്ടാവും. പക്ഷേ മലയാളത്തിന് ഒറ്റ ഒരു സ്റ്റൈൽ മാത്രമേ നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് വരുള്ളൂ. അപ്പോൾ നല്ല സ്റ്റൈലിഷ് മലയാളം ഫോണ്ട് വേണമെങ്കിൽ നമ്മൾ ഡൗൺലോഡ് തന്നെ ചെയ്യണം. അപ്പം ഗൂഗിളിൽ പോയിട്ട് മലയാളം സ്റ്റൈലിഷ് ഫോണ്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോൺസ് വരും. അതിൽ ഒന്നാണ് ചിലങ്ക. അങ്ങനെ ഒരുപാട് ഫോണ്ടുകളുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ഇപ്പം ചിലങ്ക നോക്കിയിട്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇൻഷോട്ടിൽ പോയിട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ നോക്കിക്കഴിഞ്ഞാൽ ചിലങ്കേൻ്റെ ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് ചിലങ്കേൻ്റെ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇത് നിങ്ങൾക്ക് അത്ര ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ഇത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് തന്നെ വലിയ സ്ക്രീനിലാക്കിയിട്ട് വേറെ വീഡിയോ പിന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് റഫായിട്ട് കാണിച്ചതാണ് ഈ വീഡിയോ, ഈ ഫോണ്ട് ഓപ്ഷൻ. കാരണം ഇത് പലർക്കും അറിയില്ല. ഞാനാണെങ്കിലും ഓഫീസിൽ ഏകദേശം ഒരു ദിവസം 20 അല്ലെങ്കിൽ 30 PPT വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാനെല്ലാം ഇംഗ്ലീഷിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഇനീഷ്യലി എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ മലയാളം എപ്പോഴും എഴുതുമ്പം ഒരേ സ്റ്റൈലിൽ മാത്രം ആണ് ഫോണ്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഞാൻ അത് യൂട്യൂബിലും നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അത് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്റ്റൈലിഷ് ഫോണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി അത് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ ചെയ്തത്. ഇനിയും ഒരുപാട് ചിലങ്ക മാത്രമെന്നല്ല ഒരുപാട് ഫോണ്ടുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തംബ്നെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനീഷ്യലി ഞാൻ എൻ്റെ തംബ്നെയിൽ ശ്രദ്ധിക്കാറില്ല. വീഡിയോ മാത്രം ഇമ്പ്രൂവ് ചെയ്യണം, സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യിക്കാം, ഇനി സബ്സ്ക്രൈബേഴ്സ് 1000 ആയില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അതിലേക്കായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ. പക്ഷേ നമ്മൾ തുടക്കം തൊട്ടേ നല്ല തംബ്നെയിലും നല്ല വീഡിയോ ക്വാളിറ്റിയും ഒക്കെ ഇടുവാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 10-15 വീഡിയോ ഇട്ടാൽ തന്നെ യൂട്യൂബ് നമുക്ക് മോണിറ്റൈസ് ആവാനുള്ള എല്ലാ വഴികളും തുറന്നു തരുന്നതായിരിക്കും. ഇനി ടൈം ആൻഡ് കൺസിസ്റ്റൻസി. നിങ്ങൾ കറക്റ്റ് ടൈമിനിടുക. നിങ്ങൾ 10:10 ഇടുന്നതെങ്കിൽ എല്ലാ ദിവസവും കറക്റ്റ് ആ 10:10 തന്നെ ഇടുക. അതുപോലെ തന്നെ വീഡിയോ കൺസിസ്റ്റൻ്റായി ഇട്ടുകൊണ്ടേയിരിക്കുക. ആഴ്ചയിൽ 2-3 വീഡിയോസ് എന്തായാലും ഇട്ടിരിക്കണം. ഞാൻ തുടക്കത്തിലൊക്കെ ഇടുമായിരുന്നു. എനിക്ക് പക്ഷേ 2-3 വീഡിയോസൊക്കെ ഇടുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് മാറുവാണ്. കാരണം ഞാൻ ജോലിയും കൂടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ചില സമയങ്ങളിൽ ആ വീഡിയോസിൻ്റെ എണ്ണം കുറയ്ക്കുമ്പം അതിന് കണക്കായിട്ട് വ്യൂസ് താഴോട്ട് പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരു മിനിമം 3 വീഡിയോസ് അല്ലെങ്കിൽ 2 വീഡിയോസെങ്കിലും എന്തായാലും ഇടണം. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ 2-3 തവണയായിട്ട് ഒരു വീഡിയോ മാത്രം ഇട്ടപ്പോൾ എൻ്റെ വ്യൂസ് കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
പക്ഷേ ഞാനിതൊരു പാഷനായിട്ട് ഇതിലേക്ക് വന്നതാണ്. അപ്പോൾ അത് ഒരിക്കലും സ്ട്രെസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ പാഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് റെഡ്യൂസ് ചെയ്തത്. പക്ഷേ ഞാൻ പറ്റുമ്പോഴൊക്കെ അത് എണ്ണം കൂട്ടിയിട്ട് ഇടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ടൈറ്റിൽ ഇടുമ്പോൾ, അതായത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടൈറ്റിൽ ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഇമോജിയൊക്കെ ചേർത്ത് അത് അട്രാക്റ്റീവ് ആക്കുക. അതുപോലെ തന്നെ നല്ല ടൈറ്റിൽ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനനുസരിച്ച് വ്യൂവും കൂടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് മോണിറ്റൈസ് ആവട്ടെ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ. താങ്ക് യു.